Government medical colleges in Kerala. So, in this video, we are going to discuss the government medical colleges in Kerala and the number of seats in that college, MBBS seats in that college. Okay. So, first one it is Government Medical College, Thiruvananthapuram. So, അവിടെ oldest and most prestigious known for excellent academics and clinical training. So, എപ്പോഴും ദ ബെസ്റ്റ് എന്ന് പറയുന്നതിലൊന്നാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. ആൻഡ് അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് റേഞ്ച് ഓഫ് കോഴ്സസ്, അഡ്വാൻസ്ഡ് റിസർച്ച് ഫെസിലിറ്റീസ് ആൻഡ് ലാർജ് ടീച്ചിങ് ഹോസ്പിറ്റൽസ്. പിന്നെ അവിടെ MBBS സീറ്റ് 250 സീറ്റ് ഉണ്ട് അവിടെ. ഓക്കെ, അടുത്തത് വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്, CMC. സോ തിരുവനന്തപുരത്തിനെ പോലെ തന്നെ ദ ബെസ്റ്റ് എന്ന് പറയുന്നൊരു മെഡിക്കൽ കോളേജ് തന്നെയാണ്. ആൻഡ് ഹൈലി റിഗാർഡഡ് ഫോർ ഇറ്റ്സ് റോബസ്റ്റ് ക്ലിനിക്കൽ എക്സ്പോഷർ ആൻഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെ സ്ട്രോങ് emphasizes on research, extensive medical training programs and large hospital facilities. അവിടെ 250 മെഡിക്കൽ സീറ്റ്സ് ഉണ്ട്. പിന്നെ വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയമാണ്, known for producing competent medical professionals and offering diverse specialization, advanced training and research opportunities, significant clinical exposure ഒക്കെയാണ്. അവിടെ MBBS സീറ്റ് 175 MBBS സീറ്റ് ഉണ്ട്. പിന്നെ വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരാണ്. അത്യാവശ്യം നല്ല കോളേജ് തന്നെയാണ്. recognized for strong academic curriculum and community health initiatives, emphasis on practical experience, extensive healthcare service ആണ്. അവിടെ 175 MBBS സീറ്റാണ് ഉള്ളത്. പിന്നെ വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളമാണ്. ന്യൂവർ ആണ്, ബട്ട് റാപ്പിഡ്ലി ഗെയിനിങ് എ സ്ട്രോങ് റെപ്യൂട്ടേഷൻ ഫോർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് മോഡേൺ ഫെസിലിറ്റി. പിന്നെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഇൻ എ മേജർ സിറ്റി, ഗ്രോയിങ് ക്ലിനിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി. അവിടെ 110 MBBS സീറ്റാണുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ. സോ TDMC എന്നാണ് പറയാം. റെപ്യൂട്ടേഷൻ നോൺ ഫോർ സോളിഡ് അക്കാദമിക് ഫൗണ്ടേഷൻ ആൻഡ് ക്ലിനിക്കൽ എക്സ്പോഷറാണ്. അവിടെ MBBS സീറ്റ് 175 MBBS സീറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂർ, അതായത് പരിയാരം മെഡിക്കൽ കോളേജാണ്. അവിടെ ഇനീഷ്യലി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ആൻഡ് ഇപ്പോൾ അത് ഗവൺമെൻറ് ആയിട്ടുണ്ട്. അവിടെ MBBS സീറ്റ് 110 MBBS സീറ്റ്സ് ആണുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയാണ്. അതൊരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിത്ത് ഫോക്കസ് ഓൺ ക്വാളിറ്റി മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. അവിടുത്തെ MBBS സീറ്റ് എന്ന് പറയുന്നത് 110 MBBS സീറ്റ് ഉണ്ട്. പിന്നെ വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലം, ESIC മെഡിക്കൽ കോളേജ് പാറപ്പള്ളിയാണ്. സോ ട്രാൻസിഷൻ ഫ്രം ESIC ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഗവൺമെൻറ് കൺട്രോൾ ആക്കി. അവിടെ MBBS സീറ്റ് 100 ആണ്. പിന്നെ വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാടാണ്. പാലക്കാടും MBBS സീറ്റ് 100 ആണ്. എമർജിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംഡ് അറ്റ് ഇംപ്രൂവിങ് ഹെൽത്ത് കെയർ അസിസ്റ്റിംഗ് റീജിയൻ ആണ്. പിന്നെ വരുന്നത് മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയാണ്, കോന്നി. ഇവിടെയും 100 സീറ്റ്സ് ആണുള്ളത്. ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് ആണ്. പിന്നെ വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയാണ്. ഇടുക്കിയിൽ സെർവിങ് ഹില്ലി ഇടുക്കി റീജിയൻസ് വിത്ത് ഫോക്കസ് ഓൺ റീജിയണൽ ഹെൽത്ത് കെയർ നീഡ്സ് ആണ്. അവിടെയും MBBS സീറ്റ് 100 ആണ്. സോ ഇത്രയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ആണ് കേരളത്തിലുള്ളത്. ഗവൺമെൻറ് അല്ലാതെയും കുറേ മെഡിക്കൽ കോളേജസ് ഉണ്ട് നല്ലത്. സോ ആദ്യം എന്തായാലും നമ്മൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഓപ്റ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ പ്രൈവറ്റ് നോക്കാം. പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളുടെ വീഡിയോ ഇടുന്നതായിരിക്കും. താങ്ക് യു.